നിങ്ങൾ എന്ത് പറയുന്നുണ്ടോ, എന്ത് സംസാരിക്കുന്നുണ്ടോ അത് അള്ളാഹുവിന് വേണ്ടിയുള്ള സംസാരമാവട്ടെ. വേറെ ഒന്നും ലക്ഷ്യമാക്കരുത്, അതിന്റെ പിന്നിൽ വേറെ ഒന്നുമില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ നീയത്ത് അള്ളാഹു അതാ നോക്കുന്നത്. എന്റെ നീയത്ത് എന്താണ്, ഞാൻ എന്തിനാണ് യാത്ര ചെയ്ത് വന്നത്, ഞാൻ എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്, എന്റെ നീയത്ത് എന്താ, നിങ്ങളുടെ നീയത്ത് എന്താ. നമ്മളിനി ഇവിടുന്ന് പോയാൽ നമ്മൾ എന്താ പറയുന്നത്, എന്തിനാ പറയുന്നത്, അള്ളാഹുവിന് വേണ്ടി പറയുന്നുണ്ടോ? ആരാണ് അള്ളാഹുവിന് വേണ്ടി പറയുന്നത്? ലാ യസാലുൽ അബ്ദു ബിഖൈറിൻ, നിങ്ങളുടെ വാക്കുകളെല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു നന്മയല്ലാതെ മറ്റൊന്നും വരുത്തുകയില്ല. ജീവിതത്തിൽ നന്മയുണ്ടാവാൻ ഇത് കാരണമാണ്. പറയുന്ന വാക്കുകൾ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള വാക്കുകളാവട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പോലും, ആ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും അള്ളാഹു ഇതിന് സാക്ഷിയാണ് റബ്ബേ എന്ന ബോധത്തിൽ സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഉമ്മയോട്, ഉപ്പയോട്, പെങ്ങളോട്, അനുജനോട്, അനുജത്തിയോട് നിങ്ങൾ സംസാരിക്കുന്നു, കൂട്ടുകാരനോട്, പെൺകുട്ടികളെ നിങ്ങളുടെ കൂട്ടുകാരികളോട് നിങ്ങൾ സംസാരിക്കുന്നു, നമ്മുടെ ബന്ധുക്കളോട് സംസാരിക്കുന്നു, എല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്നതേ സംസാരിക്കുന്നുള്ളൂ. അങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് നന്മയാണ് വരുത്തുന്നത്, നിങ്ങൾക്ക് അള്ളാഹു നന്മ മാത്രമാണ് നൽകുന്നത്.